പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? എന്നാൽ ഞാനും ഇച്ചിരി ഐസ്ക്രീം എടുത്തേച്ച് വരാം. ഓ, പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നു, അത് കഴിഞ്ഞ് UP പറയുന്നു, ഗുജറാത്തിനെ പറയുന്നു, ഹോം മിനിസ്റ്റർ പറയുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത്. അതില്ലാതെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ പറ്റും. എന്താ ഉറക്കം വരുന്നു? അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഐമാക്സിൽ വരുന്ന ആദ്യ പടമാണ്. ഐമാക്സിൽ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ഇനി എന്തായാലും ഞാൻ വേറൊരു ദിവസത്തിൽ പോയിട്ട് ലുലു മോളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഐമാക്സിൽ അതിനകത്തുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കാണണം. സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാവുന്ന തരത്തിലുള്ളതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ടുണ്ട്.